ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. വിജയത്തിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും നമ്മളുടെ ഈ ഒരു മിഴിയോരം എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ലേഡീസ്. അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു ദിവസമാണ്. ഇന്നോടൊപ്പം ഇവിടെയുള്ള ഷൈനി ബാലു ആണ്. ഷീസ് എ ഫാഷൻ ഡിസൈനർ. ഷൈനിയുടെ നിലോഫർ കളക്ഷൻസിനെ കുറിച്ചാണ് ഷൈനി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെയധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ പീസസ്, അതായത് സാരീസ് ആകട്ടെ, മിക്സ് ആൻഡ് മാച്ച്, അതുപോലെ കുർത്തീസ്, ഡിസൈനർ വെയർസ് ആൻഡ് കസ്റ്റം മെയ്ഡ് പീസസ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഷൈനി വളരെ ഡീറ്റെയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ കുറേ മെറ്റീരിയൽസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് ഷൈനിയോട് ചോദിച്ചറിയാവുന്നതാണ് ഓരോ കാര്യങ്ങൾ. അപ്പം വിളിക്കുന്ന നമ്പർ 0529611333. ഷൈനി നമസ്കാരം, വിഴിയത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. റൈറ്റ്, അപ്പം ഇന്ന് വസ്ത്രങ്ങളുടെ ലോകത്തിലേക്കാണ് നമ്മുടെ വ്യൂവേഴ്സിനെ ഷൈനി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്ക് ചോദിക്കാമല്ലോ, എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഇപ്പോൾ ഒരു വർഷമായി. അപ്പം ഇങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യമേ തന്നെ ഡ്രസ്സസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ പലയിടത്തു നിന്നും പല പീസസ് തുണികൾ വാങ്ങിച്ച് പുതിയ തരം ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട് നന്നായിട്ടുണ്ട്, അപ്പോൾ ഇതെങ്ങനെ തുടങ്ങിക്കൂടെ എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ തന്നെത്താൻ ആദ്യം ട്രയൽ നടത്തിയിട്ടാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പം ഇത് എങ്ങനെയാണ്, ഓൺലൈനാണോ ചെയ്ത്, ഷോപ്പ് ഉണ്ടോ, എങ്ങനെയാ? എനിക്ക് അല്ലാതെ ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ. ഷോപ്പിന്റെ പേരെന്ന് പറയുമോ? വഹത്ത് അൽ കസർ ട്രേഡിംഗ്. ഓക്കെ, വഹത്ത് അൽ കസർ. അതെ, ഓക്കെ. അപ്പം അല്ലാതെ ഒരു ഷോപ്പ് ഉണ്ട് ഷൈനിക്ക്, വഹത്ത് അൽ കസർ ട്രേഡിംഗ് അല്ലേ? അപ്പോൾ അതല്ലാണ്ട് ഓൺലൈനിൽ നിലോഫർ കളക്ഷൻസ് എന്ന പേരിൽ ഒരു പേജ് ഉണ്ട്. ഓക്കെ, ഫേസ്ബുക്കിൽ ഒരു പേജും ഉണ്ട് ഷൈനിക്ക്, നിലോഫർ കളക്ഷൻസ് എന്നാണ് ആ ഒരു ഫേസ്ബുക്ക് പേജിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാം. അഥവാ ഷൈനിയുടെ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ miyoram@ntv.com ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഷൈനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പം നമുക്ക് ഏതൊക്കെ കളക്ഷൻസ് ആണ് ഉള്ളത്? ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷനിൽ. അപ്പം ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഷോപ്പിലാണെങ്കിൽ ബോളിവുഡ് റെപ്ലിക്കാസ് ഉണ്ട്, മിക്സ് ആൻഡ് ഡിസൈനർ, മിക്സ് ആൻഡ് മാച്ച് സിൽക്ക് മെറ്റീരിയൽസ് ഉണ്ട്, സാരീസ് ഉണ്ട്, പിന്നെ കുർത്തീസ്. അതുകൂടാതെ നമ്മൾ കസ്റ്റം മെയ്ഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ടൈലറിംഗ് യൂണിറ്റ് കൂടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മള് കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ച് ഡ്രസ്സസ്, ലെഹങ്കാസ്, ഗൗൺസ്, ഫ്രോക്സ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, കുട്ടികൾ തൊട്ട് വലിയവർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമുക്ക് ഏതാണ് ആദ്യം നമ്മൾ വ്യൂവേഴ്സിന് കാണിക്കാൻ ഷൈനിക്ക് ആഗ്രഹം? ഡിസൈനർ വെയർ ഇതാണോ? ഓക്കെ. അപ്പം ആദ്യം നമുക്ക് ഡിസൈനർ വെയർസിൽ നിന്ന് തുടങ്ങാം. സോ ഓക്കെ, ഇതാണ് അതിന്റെ കുർത്ത അല്ലേ? ഓക്കെ. ഇത് കോട്ടൺ ആണോ? എന്താ മെറ്റീരിയൽ? ഇത് ഇപ്പോൾ കോട്ടണിലാണ്, പക്ഷേ അതിന്റെ ബോട്ടം വന്നിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ്, പലാസോ എന്ന് പറയും. ബോട്ടം വന്നിട്ടാണ് ഹെവി വർക്ക്. ഇത് എന്താണ് ഈ ഒരു സ്റ്റൈലിന് എന്താ പറയുന്നത്? നമ്മൾ പലാസോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇതിന്റെ കൂടെയാണ് ഈ കുർത്തി ഇടുന്നത്? ഇതിന്റെ കൂടെയാണ് ഈ കുർത്തി ഇടുന്നത്. പിന്നെ ഒരു നെറ്റ് ദുപ്പട്ടയും കൂടി. ഓക്കെ. അപ്പം ഇതാണ്, ഇത് കോട്ടൺ ആണല്ലേ? ജോർജറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത്. ആരി വർക്ക് ചെയ്തിരിക്കുകയാണ്. ഓ, ഓൾറൈറ്റ്. ഓൾ ഓവർ ആരി വർക്ക് ചെയ്തിരിക്കുന്നു. അതെ, വളരെ നല്ല കോമ്പിനേഷൻ. കുർത്ത ആണെങ്കിൽ പ്ലെയിൻ, പക്ഷേ ബോട്ടമും ദുപ്പട്ടയും വളരെയധികം ഭംഗിയിൽ വർക്കൊക്കെ ചെയ്ത് ജോർജറ്റ് മെറ്റീരിയൽ അല്ലേ? ടോപ്പ് തന്നെ ഫ്രണ്ട് സൈഡ് ചെറുത് ഷോർട്ടും ബാക്ക് സൈഡിൽ ലോങ്ങും. ഓക്കെ, അങ്ങനെ ഒരു പാറ്റേണും ഉണ്ട്. ഓക്കെ, ഇതിന്റെ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സൈസിനനുസരിച്ച് ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് ഈ ഒരു കുർത്ത അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് ലെന്ത് എന്ന് പറയുന്നത് ചെറുതാണ്, അതിന്റെ ബാക്ക് ലെന്ത് എന്ന് പറയുന്നത് നീളം കൂടുതലാണ്. അപ്പം വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പീസാണിത്. ഇതിന്റെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഓൾറൈറ്റ്. അപ്പം ഇത് ഡിസൈനർ വെയർസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. യെസ്, നല്ല കളർ, ഓറഞ്ച് കളർ. ഓക്കെ, ഇത് സെമി സ്റ്റിച്ച്ഡ് ആണോ? സെമി സ്റ്റിച്ച്ഡ് ആണ്, ബനാറസി ടിഷ്യൂലാണ് വരുന്നത്. ഓക്കെ, ഫ്രണ്ട് പോർഷൻ വെരി പ്രിറ്റി, നല്ല കളർ, ഓറഞ്ച് ഗോൾഡൻ വിത്ത് സ്റ്റോൺസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒപ്പം ലൈനിങ്ങും അവൈലബിൾ ആണ്. ഓക്കെ, ലൈനിങ്ങും അവൈലബിൾ ആണ് അല്ലേ? ഇതാണോ ഇതിന്റെ ലൈനിങ്? ഓക്കെ. ഇതിന്റെ ദുപ്പട്ട, ബോട്ടം. ഓക്കെ, ഇതിന്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം ഇതാണ് അല്ലേ? ദുപ്പട്ടയിൽ ഗോൾഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗോൾഡൻ ലേസ്. സോ ദിസ് ഈസ് ഹൗ ദ കുർത്ത വിൽ ലുക്ക്. ആൻഡ് ഇതാണ് അതിന്റെ കുർത്തയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. വെരി നൈസ്. ബാക്ക് പോർഷൻ ട്രാൻസ്പാരന്റ് നെറ്റിലാണ്. ഇതിന്റെ ബാക്കിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ട്രാൻസ്പെറൻറ്റ് പോർഷനാണ് ബാക്കിൽ വരുന്നത്. നൈസ്.
ഓക്കെ സോ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് പ്യുവർ ഷിഫോൺ, ഷിഫോണിൽ അതെ ഗോൾഡൻ ലേസ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് ചുടിദാർ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതെ, പാർട്ടി വെയറിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ഇടുമ്പോൾ എനിക്കൊന്ന് കുറെ കൂടെ വണ്ണം കുറഞ്ഞ് തോന്നും. അതെ, അപ്പൊ വണ്ണമുള്ളവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഓക്കെ, സോ ഇത് നമുക്ക് ചുടിദാർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പലാസോ ആണ്. ഓക്കെ, ഇൻ ട്രെൻഡ് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. സോ വിൽ ഗോ ഫോർ ദി തേർഡ് പീസ് എന്ന് പറയുന്നത് അനദർ ഡിസൈനർ വെയർ ആണ്. അതെ, പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ. ഓക്കെ, വെരി ക്യൂട്ട് പീച്ച് കളർ. വളരെ ഭംഗിയുണ്ട് അല്ലേ? വളരെ ജോർജറ്റ് ആണ്. ഓക്കെ, പീച്ച് കളറില് വൈറ്റ് അല്ലേ? ഓഫ് വൈറ്റ് ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് സ്ലീവ്സും അതെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു സ്ലീവ് ആണ്. ഫുൾ സ്ലീവ്സ് നെറ്റില്. നൈസ്. ഇതിന്റെ ബാക്കിലും നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് മിഡില് ഓഫ് വൈറ്റ് കളർ, സൈഡില് പീച്ച് ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഇതിന്റെ ബാക്ക്. ഇതെനിക്കൊന്നൊരു ഒരു പാകിസ്ഥാനി ടൈപ്പ് ആണോ? ഓക്കെ, അതിന്റെ ദുപ്പട്ടയും പ്യുവർ ഷിഫോൺ പീച്ച്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. അതുപോലെ നമുക്കിത് ടോപ്പ് ഹെവി വർക്ക്ഡ് ആയതുകൊണ്ടാണ് ദുപ്പട്ട അതെ സിമ്പിൾ ആയിട്ട് വരുന്നത്. അതെ, ഓക്കെ. അപ്പോൾ ഡിസൈനൽ വെയറിൽ നമ്മളുടെ ലാസ്റ്റ് കളക്ഷൻ ആണിത്. ഓക്കെ, കളേഴ്സ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻറ്റ് യുണീക്ക് കളേഴ്സ് ആണ് എല്ലാം തന്നെ. അക്വാ ബ്ലൂ. ഓക്കെ, നൈസ്. ഏതാ മെറ്റീരിയൽ ഒന്ന് പറയുമോ? ചന്ദേരി സിൽക്കിൽ. ഓക്കെ, ചന്ദേരി സിൽക്ക് വിത്ത് നെറ്റ്. ഓക്കെ, ഇത് ചന്ദേരി സിൽക്കിൽ ഒരു കുർത്തിയാണ്. ഡിസൈനർ വെയർ, പാർട്ടി വെയർ ആണ്. അതിൻ്റെ ബോട്ടം ഇതുപോലെ ലേസ് വെച്ചിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് അല്ലേ, രണ്ടിടത്തും ആ ഒരു ലേസ് വരുന്നുണ്ട്. ഇതിന്റെ ബാക്കും അതെ വർക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി വർക്ക്ഡ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അക്വാ ബ്ലൂ, പ്ലീസിംഗ് കളറാണ്. അതെ, നൈസ്. സോ ദിസ് ഇസ് ദ അതർ പീസ്. ഓക്കെ, ഇതിന്റെ ദുപ്പട്ട ആൻഡ് ഓക്കെ അഗൈൻ ഷിഫോണിൽ ബോർഡർ വെച്ചിട്ട്. This is how the dupatta will look. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുർത്തിയൊക്കെ നല്ല ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം എത്രയും അതെ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഓക്കെ, മിക്സ് ആൻഡ് മാച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. നമ്മൾ ഇതില് ദുപ്പട്ടാസ് ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ച് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കുന്നുണ്ട്. അത് റേഞ്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ സിൽക്ക് മെറ്റീരിയൽസ് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കുന്നത്. അല്ലാതെ കോട്ടണിലും ചെയ്ത് കൊടുക്കുന്നത്, പ്യുവർ കോട്ടണിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഡിസൈനർ വെയർ ഒക്കെ കണ്ടില്ല, അപ്പൊ അതിന് എന്തായിരിക്കും ചാർജസ്? ഒരു അല്ലെങ്കിൽ 200 above ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ച് സിൽക്ക് വരുമ്പോഴും 200 above ആണ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇതിന്റെ എല്ലാം ദുപ്പട്ടാസ് ആണ്. ദുപ്പട്ടാസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിന്റെ ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ടസറില് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ. ഇതിന്റെ കുർത്തി പൈജാമ എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ദുപ്പട്ട ആയിരിക്കും അല്ലേ എടുത്തു കാണിക്കുന്നത്. ടോപ്പില് പിന്നെ നമ്മള് തുന്നുന്ന സമയത്ത് ലേസസ് ഉണ്ട് നമ്മുടെ കയ്യില്, അത് വെച്ച് കൊടുക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ അല്ലേ? അത് ഇപ്പൊ ഈ ഒരു ദുപ്പട്ടയ്ക്ക് നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്തെടുക്കാം. ഇതിപ്പോ ബ്ലാക്കിന്റെ കൂടെ ആണെങ്കിലും ഇടാം. അത് കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഈ കണ്ട ദുപ്പട്ടയ്ക്ക് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസും ഇവരുടെ കയ്യിൽ ലഭ്യമാണ്. ഓൾറൈറ്റ്, അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട. ചന്ദേരിയിലുള്ള ഗോൾഡൻ ബ്ലാക്ക് ദുപ്പട്ടയാണ്. ഇതാണ് വേറെ ഒരു ദുപ്പട്ട. ഇതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ കുർത്തീസും ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബനാറസി പോൾക്ക ഡോട്ടഡ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ മെറ്റീരിയൽ ബനാറസി പോൾക്ക ഡോട്ട്സ്. ബ്ലാക്കിന്റെ കൂടെ വേണമെങ്കിലും അതെ നമുക്ക് ഇടാം അല്ലേ? ഇപ്പം ബ്ലാക്ക് കുർത്തി ഓൾറെഡി ഉണ്ടെങ്കിൽ ദുപ്പട്ടയായിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ദുപ്പട്ടയായിട്ട് തന്നെ വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ, ഓക്കെ, നൈസ്. ബിക്കോസ് ഇങ്ങനത്തെ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നമുക്ക് കുറെ കളേഴ്സ് മിക്സ് ചെയ്തിടാം. അതെ,
ഓക്കെ. ദിസ് ഇസ് അനദർ ദുപ്പട്ട അല്ലേ? ഇത് ഇത് ടസറിൽ തന്നെ ഓക്കെ ഓൾ ഓവർ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഓക്കെ, ടസറിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ദുപ്പട്ടയാണ്. ഇതും നമുക്ക് പല നമ്മളുടെ കളേഴ്സിന്റെ കൂടെ പോകും അല്ലേ? ബ്ലാക്കോ ബേജോ ഏത് വേണമെങ്കിലും റെഡിന്റെ കൂടെ ഒക്കെ പോകും. അതെ, നല്ല കളർ, നല്ലൊരു ദുപ്പട്ടയാണ്. നല്ല വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ബ്ലാക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട. ഓക്കെ, ഇത് വന്നിട്ട് മറ്റേ ടസറിൽ തന്നെ 3 കളേഴ്സിന്റെ കോമ്പിനേഷൻ വരുന്ന, ഇതിലെ 3 കളേഴ്സിൽ വരുന്നതാണ് ഈ ദുപ്പട്ട. പിങ്ക്, ഓറഞ്ച് ആൻഡ് ഓഫ് വൈറ്റ്, ബ്ലാക്ക് എംബ്രോയിഡറി. അതെ, ഇതിന് നമുക്ക് ഏത് ടോപ്പ് വേണമെങ്കിലും ഇട്ടിട്ട് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള എടുക്കാം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആരാ സംസാരിക്കുന്നേ? ഞാൻ പ്രഭ. പ്രഭ, ഓക്കെ. ഷൈനിയോട് ചോദിച്ചോളൂ പ്രഭ. എനിക്ക് കാണിച്ചു തുടങ്ങിയ എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാ കളക്ഷനും ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ എസ്പെഷ്യലി എനിക്ക് ആ കറുപ്പില് ഗോൾഡൻ കളർ ബോർഡർ കാണിച്ച ദുപ്പട്ട ഉണ്ടല്ലോ, ആ സെറ്റിന് എത്രയാ പ്രൈസ്? കറുപ്പില് ഗോൾഡൻ എന്ന് ഉദ്ദേശിച്ചത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കംപ്ലീറ്റ്, അതോ ഡിസൈൻ അല്ലേ? ഓക്കെ, നമ്മള് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഗോൾഡ് വിത്ത് പ്ലെയിൻ ഗോൾഡൻ കളർ. യാ, ഗോൾഡൻ ആൻഡ് പ്ലെയിൻ ബ്ലാക്ക്, ഡിസൈൻ ഇല്ലാണ്ട് അല്ലേ? നമ്മളിതെല്ലാം ഓക്കെ ഓക്കെ പ്രഭ, നമ്മളിതെല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെസ്സേജ് അയക്കുക, വാട്സപ്പ് നമ്പറും ഉണ്ടായില്ല, അതിൽ ചോദിക്കുകയാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് 200 റേഞ്ചിലാണ് വരുന്നത്. ഇത് ഷൈനിയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പം താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് പ്രഭ. ബൈ ബൈ. ഓൾറൈറ്റ്. അപ്പം വിളിച്ചത് അല്ലേ, ഒരു റിലേറ്റീവ് ആണ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എനിവേസ്, അപ്പം എനിക്ക് ചോദിക്കാനുള്ള, ഈ പറഞ്ഞ പോലെ ഇപ്പം അബുദാബി വിളിക്കാൻ നിങ്ങൾ ഇങ്ങനെ അബുദാബി ഡെലിവറി ഉണ്ടോ? ഡെലിവറി നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് വിതിൻ UAE ചെയ്യാറുണ്ട്? ബഹ്റൈനിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഒന്ന് പറയോ? ഔട്ട് ഓഫ് UAE ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. നാട്ടിലോട്ടും ചെയ്യുന്നുണ്ട്. ഓ ശരി, ഓക്കെ, നൈസ്. ഓക്കെ, നമുക്ക് നമ്മളുടെ അടുത്ത കളക്ഷൻസിലേക്ക് പോവാം. ഇതൊരു റയർ കോമ്പിനേഷൻ ആണ്, ആഷ് ആൻഡ് ഗ്രീൻ. കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ നല്ല, പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും. അതെ, നൈസ്. ഗ്രീൻ ഗ്രേ അല്ലേ? ഗ്രീൻ ഗ്രേ കോമ്പിനേഷൻ, ടസറില് എംബ്രോയിഡറി തന്നെയാണ്. അതെ, ഇപ്പം ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്തവർക്ക് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒന്നും, വളരെ റെയർ ആണ്. അതിന്റെ സെറ്റ് ആണ് ഇതല്ലേ? അതിന്റെ സെറ്റാണ്. ഏത് വേണമെങ്കിലും ടോപ്പ് ബോട്ടം നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. അത് ഓക്കെ. ഇതൊരു മഹേശ്വരി ദുപ്പട്ടയാണ്, ഓറഞ്ച് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ. ഓക്കെ, മഹേശ്വരി. ഓക്കെ, ദുപ്പട്ട മഹേശ്വരി ദുപ്പട്ട, ജൂട്ട് പാനൽഡ് ബോർഡറും. ഓക്കെ, ജൂട്ട് പാനൽ ബോർഡർ, ഓറഞ്ച് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ, അതെ ബേജ് കോമ്പിനേഷനിൽ നല്ല വർക്കൊക്കെ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണിത്. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, അതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഈ ഒരു കളറിലാണ്, ബേജ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ അതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, ദാറ്റ് വാസ് നൈസ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഡിജിറ്റൽ ദുപ്പട്ട. അതെ, ഓക്കെ. ഇതിപ്പോ ടസറിൽ തന്നെ മുഗൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഓക്കെ, മുഗൾ പ്രിന്റ് ഉള്ള ഒരു ദുപ്പട്ടയാണ്. നമ്മളുടെ ഇന്ത്യൻ കൾച്ചറൊക്കെ അല്ലേ കാണിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. മുഗൾ പ്രിന്റ് ചെയ്തിട്ടുള്ള, കളർഫുൾ ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ഇടാം. കുറേ കളേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു ദുപ്പട്ട. ബ്ലാക്കിൽ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസിനാണ് ആ മുഗൾ പ്രിന്റ് ഉള്ളത്. അപ്പം ഏതൊരു കളറിന്റെയും കൂടെ പോകുന്ന ഒരു ദുപ്പട്ടയാണിത്. ഇപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില ദുപ്പട്ടാസ് ഉണ്ട് നമുക്ക് ആ ഒരു കളറെ അതിലൂടെ മാച്ച് ചെയ്യുന്നത്, പക്ഷെ ഇതിൽ നമുക്ക് പല കളേഴ്സും യൂസ് ചെയ്യാം. വളരെ ഭംഗിയുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണിത്. ഓക്കെ, ഇത് മഹേശ്വരി സിൽക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇത് ടസർ ആയിരുന്നോ? ഇത് ടസർ ആയിരുന്നു. ഓക്കെ, ഇത് മഹേശ്വരി.
രവിവർമ്മ ചിത്രങ്ങൾ. അതെ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണിത്. ഓക്കെ, നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഷൈനി, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? യെസ്, പറയൂ. ഓക്കെ, എനിക്കൊന്ന് ആ കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് വാസ് ദ ദുപ്പട്ട. മഹേശ്വരി സിൽക്ക് അല്ലേ? മഹേശ്വരി സിൽക്ക്. നല്ല നല്ല പെയിന്റിങ്സും ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണിത്. ഓക്കെ, ഇത് നമുക്ക് കുറേ അധികം കുർത്തീസിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്തിടാവുന്ന ഒരു ദുപ്പട്ടയാണ്. ഓക്കെ, പിന്നെ ഇതൊരു പെയിന്റഡ് ദുപ്പട്ടയാണ്. ഓക്കെ, ഫ്യൂസിങ്, നമുക്ക് ഓണം വിഷു അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? മ്യൂറൽ പെയിന്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഫ്യൂസിങ്. ഓക്കെ, മ്യൂറൽ പെയിന്റിംഗ് അല്ല, പക്ഷെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. മ്യൂറൽ പെയിന്റിംഗ് കോസ്റ്റ്ലി ആയതുകൊണ്ട് ചിലർക്ക് അതെ അതെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള. ഓക്കെ, നൈസ്. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഷനി, ഹലോ, നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? യെസ്, ആരാ സംസാരിക്കുന്നേ? ഉസ്മാൻ, എവിടുന്ന് വിളിക്കുന്നു? സംസാരിച്ചോളൂ, നമ്മളുടെ ഗസ്റ്റിനോട് സംസാരിച്ചോളൂ. ഓക്കെ, ഷോപ്പ് അൽനാദയിലാണ്. അൽനാദ ഷാർജയിലാണ് ഷോപ്പ്. സോറി, സെയിലുണ്ടോ? സെയില് അങ്ങനെ സെയിലായിട്ടല്ല, നമ്മള് ഷോപ്പായിട്ട് നടത്തുന്നു. മനസ്സിലായില്ല, എന്താണ് ഉസ്മാൻ അറിയേണ്ടത്? സെയിൽ എപ്പോഴാണുള്ളതാണോ അറിയേണ്ടത്? ഓക്കെ, അതിന് ഷൈനിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നിലഫർ കളക്ഷൻസ്. അപ്പൊ അതിലെല്ലാ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും, സെയിലിന്റെ സമയവും ഒക്കെ അതിൽ പറയുന്നതായിരിക്കും. നിലഫർ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം ആ ഒരു പേര്. ഫേസ്ബുക്കില് നിലഫർ കളക്ഷൻസ്. യെസ്, ഫേസ്ബുക്ക്. യെസ്, www.facebook.com നിലഫർ കളക്ഷൻസ്. ഓക്കെ, അപ്പം ലേഡീസ് മാത്രമേ ഉള്ളൂ. ലേഡീസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ? കുട്ടികൾക്ക് വേണ്ടി തുന്നുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല, എന്താണ്? ഇല്ല, എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചത് വളരെ നന്ദി. ഓൾ റൈറ്റ്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പം ദാറ്റ് വാസ് ഉസ്മാൻ അല്ലേ? അപ്പം കുറേ ചോദ്യങ്ങൾ, കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറയുകയും ചെയ്തു, ഷൈനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, നിലഫർ കളക്ഷൻ. അപ്പം അതിലെല്ലാ ഡീറ്റെയിൽസും ഇടുന്നതായിരിക്കും. ഇപ്പം അതുപോലെ സെയിൽ ഉണ്ടെങ്കിലും അത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ന്യൂ ഇൻ ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾ പോയി നോക്കുവാണെങ്കിൽ എല്ലാ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഷൈനി? യെസ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കളക്ഷൻസിലേക്ക് പോവാം. ഇതതുപോലെ തന്നെ പെയിന്റഡ് ദുപ്പട്ട, തബ്ല. ഓക്കെ, നൈസ്. ഇത് പെയിന്റ് ചെയ്ത് തന്നെയാണ് അല്ലേ? പെയിന്റ് ചെയ്തതാണ്. നൈസ്. പെയിന്റഡ് ദുപ്പട്ട, തബ്ലയുടെ പിക്ചർ ആണ് ഇതിലുള്ളത്. ഇത് പല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ പറഞ്ഞാൽ ചെയ്തിരുന്നു. കസ്റ്റം മെയ്ഡ് ആണോ അതോ? അല്ല, അത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. പക്ഷേ നമുക്ക് പീകോക്കോ ഇത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? ഓക്കെ, നൈസ്. അപ്പൊ ഇതൊക്കെ എവിടുന്നാ യൂഷ്വലി നിങ്ങളുടെ കളക്ഷൻസ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എവിടുന്നായിരിക്കും? ഇന്ത്യയിൽ തന്നെയാണ്, പക്ഷെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഞാൻ ഈ കാണിച്ചതൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു ഇത് കാണില്ല. ഓക്കെ, ഇത് നമ്മളുടെ മിക്സ് ആൻഡ് മാച്ചിന്റെ വേറെ ഒരു മാച്ചിന്റെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഇതൊക്കെ പാർട്ടി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. മിക്സ് ആൻഡ് മാച്ച് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും പാർട്ടി വെയറിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത, പക്ഷേ ഇത് ദുപ്പട്ട കണ്ടിട്ട് എന്ത് നല്ല വർക്കാണെന്ന് അറിയാം. സിമ്പിൾ യെറ്റ് എലിഗന്റ്, ഭയങ്കര എലിഗന്റ് ആയിട്ടുള്ള. അതെ, ഫുൾ ലേസ് ബോർഡർ ഒക്കെ വെച്ച് ടിഷ്യൂ ആണ് അല്ലേ? ലേസ് വെച്ചിട്ട് നല്ല വർക്ക്, മിഡിലിൽ നല്ല വർക്ക് ഒക്കെ ചെയ്ത് ബ്രൈറ്റ് കളർ ടോപ്പിന്റെ കൂടെ. അതെ, ഈ ഒരു ടോപ്പിന്റെ കൂടെ സെറി ബോർഡർ ഉള്ള റോ സിൽക്ക് മെറ്റീരിയൽ ആണ്. അതിനൊപ്പം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമ്മുടെ ചോയ്സിനനുസരിച്ച് പിങ്കോ ഏത് വേണമെങ്കിലും ഇടാം. അതെ, ഈ ഒരു കളർ ആയതും കൊണ്ട് നമുക്ക് കുറേ കളേഴ്സ് പോകും ഇതിന്റെ കൂടെ. ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ചെയ്തിടാം. നൈസ്. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ
ഇത് മെറ്റീരിയൽ ആണോ അത് ദുപ്പട്ടയാണ്? ഓക്കെ, നല്ല ഹെവി വർക്ക് ഉള്ള ഒരു ദുപ്പട്ടയാണിത്. ഓറഞ്ച് ഗോൾഡൻ കോമ്പിനേഷനിൽ വർക്ക് ഫുൾ ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നതിൻ്റെ വർക്ക്. നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. അപ്പൊ ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഗോൾഡൻ കളർ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബെയ്ജോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതെ. അപ്പൊ എനിക്കൊന്ന് കൂടുതലും ആൾക്കാർ വരുന്നത് ഇങ്ങനത്തെ മാച്ചിനാണ്, കൂടുതൽ ഫാസ്റ്റ് മൂവിങ് അല്ലേ? പോച്ചംപള്ളി, അതെ, നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് പോച്ചൻപള്ളി. പക്ഷേ അതെ അതെ അതെ, സാരീസിലാണ് ഇത് കൂടുതലും. യെസ്, നൈസ്. ദുപ്പട്ട. ഓക്കെ, ദുപ്പട്ട ഇതാണ് പോച്ചംപള്ളിയുടെ ദുപ്പട്ട. ഇത് അതിന്റെ കുർത്തയാണ്. നല്ല കോമ്പിനേഷൻ. ഓക്കെ, ഇതും മിക്സ് ആൻഡ് മാച്ച് ആണോ അതോ? മാച്ച് ആണ്. ഓക്കെ, മിക്സ് ആൻഡ് മാച്ചിന്റെ കളക്ഷൻ. അതെ, നല്ല ബ്രൈറ്റ് വൈബ്രന്റ് കളറാണ്. ഓറഞ്ച് പിങ്ക് കോമ്പിനേഷൻ അല്ലേ? ഓറഞ്ച് ആൻഡ് പിങ്ക്. റോസ് സിൽക്കാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബോട്ടം ഓറഞ്ച്, ദുപ്പട്ട ഓറഞ്ച് പിങ്ക്, ഓറഞ്ച് ആൻഡ് പിങ്ക് വിത്ത് സരി ബോർഡർ. ഓക്കെ, ടസർ ദുപ്പട്ട. അതെ അതെ, നല്ല ഭംഗിയുണ്ട്. യെസ്, ഓറഞ്ച് ആൻഡ് പിങ്ക് വിത്ത് ടസർ സരി അല്ലേ? സരി ദുപ്പട്ട. അതെ, നല്ല കളർ കോമ്പിനേഷൻ. അതിന്റെ തന്നെ മറ്റൊരു കളറാണ്. ഓക്കെ, സെയിം തന്നെ വേറൊരു കളർ കോമ്പിനേഷനിൽ അല്ലേ? ഗ്രീൻ. ഇതിന്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഈ രണ്ടെണ്ണമാണ് സ്റ്റോക്കിലുള്ളത് അല്ലേ? ഇത് ദുപ്പട്ടയാണോ? ഇത് ടോപ്പാണ്. ടസർ തന്നെയാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് വേറൊരു കളർ കോമ്പിനേഷനിൽ ഗ്രീന്. ടസർ മെറ്റീരിയൽ ആണ്. ടസർ ആണ്. ഓക്കെ, അതിന്റെ ദുപ്പട്ട ക്രീം ആൻഡ് ഗോൾഡൻ ഗ്രീൻ. അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് എൻ്റെ ദുപ്പട്ട. ഓക്കെ, എനിക്ക് നമ്മുടെ മിക്സ് ആൻഡ് മാച്ചസ് ഓൾമോസ്റ്റ് ഓക്കെ. വേറെ ഐ തിങ്ക് ഇതും കൂടെ ഉണ്ടല്ലേ? സാരിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കാം നമ്മുടെ വ്യൂവേഴ്സിന് സാരി. ഇത് റോസ് സിൽക്ക് ഷെയ്ഡഡ് സാരി. ഓക്കെ, 2 to 4 കളേഴ്സ് ഉണ്ട്. ഷെയ്ഡഡ് ആണ്. ഇതിന് ഇപ്പോൾ പോകുന്നത് ഡിസൈനർ ബ്ലൗസസ് ഉണ്ട്, ബ്രൊക്കേഡ്സ്. ഓക്കെ, ഏത് ബ്ലൗസ് വേണമെങ്കിലും ഡിസൈനർ ബ്ലൗസസ് ഇതുപോലെ അവൈലബിൾ ആണ്. ഓക്കെ, നൈസ്. കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ച് നമ്മൾ ഓക്കെ ഇതുപോലത്തെ ഡിസൈനർ ബ്ലൗസസ് അവൈലബിൾ ആണ്. സാരി വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ ബ്ലൗസിലാണ് ഫുൾ വർക്ക് വരുന്നത്. സാരിയിൽ നമുക്ക് വേണമെങ്കിൽ ലേസ് ബോർഡർ അതെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് പ്ലെയിൻ സാരി എടുത്ത് ബ്ലൗസ് ഹെവി വർക്ക് ബ്ലൗസസ് ആണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനത്തെ ഇതും ബ്ലൗസ് മെറ്റീരിയൽ ആണ് അല്ലേ? ബ്ലൗസ് മെറ്റീരിയൽ ഇതൊക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ ബ്ലൗസിൽ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അതൊരു കസ്റ്റം മെയ്ഡ് പീസ് ആണോ അതോ ബ്ലൗസ് ആണ്? ഓക്കെ, ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ. അതെ, ഇതൊരു കസ്റ്റം. ഇത് ഗാഗ്ര ചോളിയാണോ? ഗാഗ്ര ചോളി സാരി. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ബിന്ദു. ബിന്ദു, ഓക്കെ. ഷൈനിയോട് ചോദിച്ചോളൂ ബിന്ദു. ഷൈനിയോട് സംസാരിച്ചോളൂ. ഓക്കെ, ഓറഞ്ച് കളർ പിങ്ക് ഒരു ഡിസൈൻ വന്നല്ലേ കോമ്പിനേഷൻ? നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. അതിന് എത്രയാണ്? ഫേസ്ബുക്കില് ഒരു കമന്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആണോ? ബിക്കോസ് ലൈവിൽ നമുക്ക് ഇങ്ങനെ പറയാൻ എന്ത് പറയുന്നത്, ബിക്കോസ് എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ അപ്പോൾ ഓരോന്നോരോന്നിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇതിന്റെ പ്രൈസസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ ഫോർ കളക്ഷൻസ്. അപ്പൊ അതിൽ പോയി നോക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ ബിന്ദു, അപ്പൊ വിളിച്ചത് വളരെ നന്ദി. ബൈ ബൈ. താങ്ക് യു. ഓക്കെ, അപ്പം ഇതിപ്പം ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ലെഹങ്ക ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ സാരി
സാരി ബ്ലൗസ് യൂസ് ചെയ്യാം, ലെഹങ്ക. ഇതിപ്പോ സാരിയാണ്, സിൽക്ക് സാറ്റിൻ സാരിയാണ്. നമ്മൾ മോത്തി ലേസ് പിടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ കരുതി ലെഹങ്ക ആണെന്ന്. അല്ല, സാരിയിൽ ലേസ് വെച്ചിരിക്കുകയാണ്. ലേസ് വെച്ചിട്ട്. ഓക്കെ ഓക്കെ, നൈസ്. പ്ലെയിൻ ബ്ലാക്കില് ലേസ് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഓൾറൈറ്റ്. ഓക്കെ, ഇനിയും കൂടുതൽ നമ്മൾ ഷൈനിയോട് ചോദിച്ചറിയുന്നതായിരിക്കും. ഷൈനിയുടെ കളക്ഷൻസ് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പം ആദ്യം ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.